പത്മകുമാറിന് BJP-യിൽ പോകാൻ വലിയ താല്പര്യമില്ല, SDP-യിൽ പോകാൻ വലിയ സന്തോഷമാണ്. പക്ഷേ SDP-യുടെ ഇപ്പോഴത്തെ വിദേശ ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ED പിടിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. ഇന്നലെ പറഞ്ഞു ഇന്ന് SDP-ക്ക് പൂട്ടിടാനായി ED എത്തുകയും ചെയ്തു. പപ്പേട്ടനെ ED പൊക്കുവോ? അതായത് വളരെ രസകരമാണ് കാര്യങ്ങൾ. CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതോടുകൂടി CPM-നുള്ളിൽ നിൽക്കുന്ന പൊട്ടിത്തെറി പല നേതാക്കന്മാർക്കും പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാകുന്നു. എന്നെ പരിഗണിച്ചില്ല എന്നൊക്കെയുള്ള പ്രയാസങ്ങളാണ്. P. ജയരാജന് പ്രശ്നമുണ്ട്. P. ജയരാജൻ്റെ മകൻ പിന്നെ ഈ പറയുന്നത് പോലെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നു. സ്വരാജിൻ്റെ പഴയൊരു FB പോസ്റ്റാണ് സ്റ്റാറ്റസ് ആയിടുന്നത്. അതിനിടയിലാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള മുതിർന്ന നേതാവും അതുപോലെ തന്നെ ഈ പറയുന്ന ദേവസ്വം ബോർഡിൻ്റെ മുൻ ചെയർമാനുമായിരുന്ന പത്മകുമാർ ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പുള്ളിയുടെ പരാതിയുടെ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ ഒരുപാട് കാലമായി ഈ പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരാൻ നടക്കുന്നു, എന്നിട്ട് എന്നെ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താതെ ഇന്നലെ കയറി വന്നിട്ടുള്ള വീണ ജോർജിനെ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത്, പ്രത്യേക ക്ഷണിതാവാക്കിയിട്ട് സ്ഥിരം ക്ഷണിതാവാക്കി മാറ്റിയത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പത്മകുമാർ പറയുന്നത്. അത് സ്വാഭാവികമായും ശരിയാണ്. കാരണം ഒരുപാട് കാലമായി അദ്ദേഹം നിൽക്കുന്ന ഒരു നേതാവാണ്, അദ്ദേഹത്തെ പരിഗണിക്കേണ്ടതാണ്. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് CPM ഇപ്പോൾ നോക്കുന്നത് ആളുകളെ കയ്യിലെടുക്കാനും ആളുകളെ ഈ പറയുന്നത് പോലെ അവരെ കൂടുതൽ ഉൾക്കൊള്ളാനും ഈ പാർട്ടിയിലേക്ക് ആളുകളെ എത്തിക്കാനും തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള നേതാക്കന്മാരെയാണ് അവർ നോക്കുന്നത്. അത് ഇപ്പം സിനിമയായിക്കോട്ടെ, രാഷ്ട്രീയമായിക്കോട്ടെ, മാധ്യമപ്രവർത്തനമായിക്കോട്ടെ, ആ രീതിയിലുള്ള ആളുകളെയാണ് അവർ നോക്കുന്നത്. അത് പപ്പേട്ടന് തീരെ പിടിച്ചില്ല. ഇത് കേട്ടപാടി അപ്പോൾ അദ്ദേഹം കുറേ പോസ്റ്റൊക്കെ ഇട്ടു, ചതി വഞ്ചന എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. അപ്പോൾ പെട്ടെന്ന് തന്നെ പത്മകുമാറിന് വളരെ അതൃപ്തിയുണ്ട്, അദ്ദേഹം പിൻവലിക്കുന്നില്ല എന്നൊക്കെ കേട്ടപ്പോൾ ഇത് കേട്ടിട്ട് ഉടനെ തന്നെ ഈ BJP-യുടെ പത്തനംതിട്ട ജില്ലാ ഘടകം ഓടി ഈ പത്മകുമാറിൻ്റെ അടുത്തേക്ക്. എന്തിനാ? പത്മകുമാറിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അതും എന്തിനാ? ഈ BJP-യിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഓടിയതെന്നാണ് പറയുന്നത്. ഞാൻ ആദ്യം പത്മകുമാർ SDP പറഞ്ഞ കാര്യം ഞാൻ ഒന്നവിടെ മാറ്റി നിർത്തുന്നു. ഞാൻ ആദ്യം ചോദിക്കുന്നത് ഈ BJP-ക്കാർക്ക് ഉളുപ്പുണ്ടോ എന്നുള്ളതാണ്. സീരിയസ്ലി ഞാൻ ചോദിക്കുകയാണ്. കാരണം ശബരിമലയിൽ ഇമാതിരി വൃത്തികേട് കാണിക്കാൻ കൂട്ടുനിന്ന ഒരാളാണ് ഈ പറയുന്ന പത്മകുമാർ എന്ന് പറയുന്നത്. ഈ ദേവസ്വം ബോർഡിനെ ഈ പാർട്ടിയുടെ അല്ലെങ്കിൽ CPM-ൻ്റെ പിണറായിയുടെ ഒരു വാശിപ്പുറത്ത് അവിടെ രഹന ഫാത്തിമയെയും അതുപോലെ തന്നെ കനകദുർഗയെയും ഈ പറയുന്ന ബിന്ദു അമ്മിണിയെയും ഒക്കെ അവിടെ ഈ പർദ്ദ പോലത്തെ വേഷവും ധരിപ്പിച്ച് കയറ്റാൻ വേണ്ടി മുന്നിൽ നിന്ന ഈ എല്ലാ ഒത്താശയും ചെയ്ത് കൊടുത്ത പത്മകുമാറിനെ തന്നെ വേണോ ഈ പറയുന്ന BJP എടുക്കാൻ എന്നൊരു ചോദ്യമല്ലേ. ഈ ഏറ്റവും കൂടുതൽ BJP വിമർശിച്ച ഒരാളാണ് ഈ പത്മകുമാർ. ആ വിമർശനങ്ങളൊക്കെ ഒരു ദിവസം കൊണ്ട് മാറിപ്പോകുമോ? ഒരു ദിവസം കൊണ്ട് ഇയാൾ ശുദ്ധനാകുമോ? മറ്റേത് കാര്യത്തിൽ നമുക്ക് എടുക്കാം. പക്ഷേ ഭഗവാന്റെ കാര്യത്തിൽ ഒരു കാര്യം എടുത്ത ഇയാൾക്ക് എങ്ങനെയാണ് BJP-ക്ക് ഇയാൾ എടുക്കാൻ തോന്നിയത്? അതിന് ഓടിയ നേതാക്കന്മാരെ ആദ്യം തള്ളണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തത്, ഇതൊക്കെ ഒരു കാലം കാത്തുവെച്ച കാവ്യനിധിയാണ്. ശബരിമലയിൽ ഭക്തന്മാരുടെ കണ്ണുനീർ വീണിട്ടുണ്ടെങ്കിൽ അതിന് കൂട്ടുനിന്ന ആളുകൾക്കെല്ലാം കിട്ടേണ്ടത് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതായത് ഇദ്ദേഹം പറഞ്ഞത്, ഞാൻ SDP-യിൽ പോയാലും BJP-യിൽ പോവില്ല എന്നുള്ളതാണ്. സത്യമാണ്. കാരണം SDP-യിൽ പോയാലും ഞാൻ BJP-യിൽ പോയില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞത്, പകൽ SDP-യും രാത്രി CPM-മാരായിട്ട് നടക്കുന്ന ആളുകളെയാണ് ഇദ്ദേഹം കാണുന്നത്. അതുകൊണ്ട് തന്നെ SDP-ക്കകത്ത് എനിക്ക് പോയാലും ഞാൻ CPM-മാരായിട്ട് നിൽക്കും. അതാണ് BJP-യിലേക്ക് എനിക്ക് പോകാൻ പറ്റത്തില്ല. അതാണ് ഈ പറഞ്ഞ കാതൽ. ഇത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അതായത് SDPI എന്ന് പറയുന്ന ഒരു സംഘടന ഒരു ഇസ്ലാമിക തീവ്രവാദ സംഘടനയാണെന്നും അത് ഇപ്പോൾ ഏകദേശം കെട്ടിപ്പൂട്ടാൻ പോവുകയാണെന്നും രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ ED കണ്ടെത്തിയിരിക്കുന്നത്. അതിലേക്ക് തന്നെ ഞാൻ പോകുമെന്നാണ് ഈ മഹാൻ പറയുന്നത്. പിന്നെ BJP-യുടെ പല നേതാക്കന്മാരും അറിയാതെയാണെന്ന് തോന്നുന്നു BJP-യുടെ പത്തനംതിട്ട ജില്ലാ ഘടകത്തിൽ തീരുമാനം എടുത്തു പോയത്. ഇപ്പോൾ പല നേതാക്കന്മാരും അണികളും ചോദിക്കുന്നത്, തന്നെ ആരാധന BJP-യിലേക്ക് എടുക്കാൻ പോകുന്നത്? തന്നെ BJP-യിലേക്ക് വേണ്ട കാര്യമില്ല. താൻ BJP-യിലേക്ക് വന്നാൽ BJP പോകും. അത് അങ്ങനെയുണ്ടല്ലോ. BJP-യിലേക്ക് വന്ന BJP-യുടെ അവസ്ഥ പരിതാപത്തിലാവും. അല്ലാതെ BJP-ക്ക് ഇവിടെ ഇങ്ങനത്തെ രാഷ്ട്രീയപരമായിട്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്കായ ആളുകളെ വിളിച്ച് കയറ്റി കൊണ്ടുവന്ന് എന്തെങ്കിലും സ്ഥാനം കൊടുക്കേണ്ട ഒരു പ്രസ്ഥാനമല്ല BJP. ഈ പത്മകുമാറിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് BJP-യിലേക്ക് കൊണ്ടുപോയാൽ BJP-ക്ക് ഒരു 10 ആളുടെ വോട്ട് തേച്ച് കിട്ടുമോ? ഇല്ലല്ലോ. അതിന് മാത്രം കാലിബറുള്ളൊരു നേതാവൊന്നും അല്ല പത്മകുമാർ എന്ന് പറയുന്നത്. എന്നിട്ട് ഇയാൾ അഹങ്കാരം പറയുകയാണ്, ഞാൻ SDP-യിൽ
ധൈര്യമുണ്ട് ഇയാളെ SDPI പോയി കാണിക്കട്ടെ, എനിക്കതാ പറയാനുള്ളത്. കാരണം നിരോധിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇയാളെയും കൂടി തൂക്കിക്കൊണ്ടുപോകും, ED ഇയാളുടെ പുറകിൽ. ഒരുപക്ഷെ SDPI നേതാക്കന്മാരുടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്ന് ഇയാൾ എന്തെങ്കിലുമൊക്കെ പണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യം. അത്രയ്ക്ക് SDPI സ്നേഹമാണ് ഇയാൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഭയങ്കര സ്നേഹമാണ്. കാരണം ഈ കേരളത്തിൻ്റെ ഒരു പൊതുബോധമുണ്ട്, ഇസ്ലാമിക തീവ്രവാദം നടത്തുന്ന, ഇസ്ലാമികപരമായിട്ടുള്ള ഈ വർഗീയവാദം നടത്തുന്ന സംഘടനകളെയൊക്കെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയാൽ ഒരു പ്രശ്നവുമില്ല. ഇവിടെ ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദു നാഷണാലിറ്റി പറയുന്ന നാഷണൽ സെക്യൂരിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാമാണ് പ്രശ്നം. രാജ്യവിരുദ്ധത സംസാരിക്കുന്ന പാർട്ടികൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന തരത്തിലാണ് ഇവിടെയുള്ള നീക്കങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ഒരു ബോധം, കമ്മ്യൂണിസ്റ്റ് ബോധം എന്ന് പറയുന്നത് അതാണ് എന്നത് പത്മകുമാറിലൂടെ നമുക്ക് വ്യക്തമായിരിക്കുകയാണ്. പിന്നെ ഈ പത്മകുമാറിനെ യഥാർത്ഥത്തിൽ പിണറായി ചുരുട്ടിക്കുട്ടി ഒരു മൂലക്കാക്കിയത് പോലും ഇയാളുടെ ഈ സ്വഭാവം കണ്ടിട്ടാണ്. ഇപ്പം പകൽ SDPI നടക്കുന്ന ഒരാളെ ഞാൻ എങ്ങനെയാണ് പേഴ്സണലി ഇങ്ങനെ ഒരു CPMൻ്റെ സംസ്ഥാന സമിതിയിലേക്ക് ഉൾപ്പെടുത്തുക എന്ന് പിണറായിക്ക് തോന്നിയിട്ടുണ്ടാവും. പിണറായിന് കുറ്റം പറയാനൊന്നും പറ്റത്തില്ല ഇക്കാര്യത്തിൽ. നാളെ EDO അല്ലെങ്കിൽ NIO വന്ന് നിരങ്ങിയാൽ ഇയാൾ പിന്നെ സംസ്ഥാന കമ്മിറ്റി SDPI രാത്രി SDPIയിലും പകൽ CPM സംസ്ഥാന സമിതി അംഗവുമായി പ്രവർത്തിക്കുന്ന പത്മകുമാറിനെ പൊക്കി എന്നല്ലേ പറയുക. അത് വലിയ പ്രശ്നമാവും. കൂടെ CPMന് വലിയൊരു ആഭ്യന്തര കലാപത്തിന് കാരണമാവും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ പിണറായി വിജയൻ ഇദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുക്കാഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ വീണ ജോർജ് എന്തൊക്കെ തന്നെ പറഞ്ഞാലും അവർക്ക് ഈ SDPI സ്നേഹമില്ല, അവർക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. അല്ലാതെ കൊന്നാലും ഞാൻ SDPIയിലേക്ക് പോവില്ല എന്ന് പറയുന്ന ആളാണ് ഈ പറയുന്ന വീണ ജോർജ് എന്ന് പറയുന്നത്. അപ്പോൾ വീണ ജോർജിൻ്റെ കാര്യത്തിൽ പിന്നെ അതുകൊണ്ടായിരിക്കണം പിണറായി കൃത്യമായൊരു നിലപാടെടുത്ത് മുന്നോട്ട് പോയത് എന്നാണ് എൻ്റെ ഒരു ധാരണ. ഈ കാര്യത്തിൽ ഈ പപ്പേട്ടൻ നമ്മുടെ ഈ BJPയിലേക്ക് കടന്നു വന്നാൽ BJPക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. പ്രത്യേകിച്ച് പാർത്ത പറഞ്ഞാൽ ഈ BJPക്കാർക്ക് എന്തിൻ്റെ കേടാണ്. ഇന്നലെ ആരോ ഒരു കമന്റ് ഇട്ടത്, ഈ മരവാഴയെ ഞങ്ങൾക്ക് വേണമെന്നുള്ളവർ എടുത്തോണ്ട് പൊക്കോ എന്നുള്ളത്. അതൊക്കെ വ്യക്തി അധിക്ഷേപമൊന്നും ശരിയല്ല. പക്ഷെ എങ്കിൽ പോലും പത്തനംതിട്ട BJPക്കാർക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഡോക്ടർ ഭാർഗവ റാം അദ്ദേഹം എഴുതിയ ഒരു പോസ്റ്റിൻ്റെ ഒരു ഭാഗം ഞാൻ വായിക്കാം. BJPയേക്കാൾ എത്രയോ മെച്ചമാണ് SDPI എന്നത് മാത്രമല്ല, താൻ എന്നും ഉറച്ച കമ്മ്യൂണിസ്റ്റ് തന്നെയാണ്. താൻ പ്രതികരിച്ചത് പാർട്ടിയുടെ നെറികേടിനെതിരെ മാത്രമാണ് എന്ന് വരുത്തി തീർത്ത് പാർട്ടി അണികൾക്കിടയിൽ സ്വീകാര്യത നേടാനും അച്ചടക്ക നടപടി ലഘൂകരിക്കാനും ഹാർഡി ബോർഡ് പോലുള്ള ഏതെങ്കിലും ബോർഡിലെ ചുമതല ഉറപ്പുവരുത്താനും ഉതകുന്ന ഒരു സാഹചര്യ സൃഷ്ടിയാണ് പപ്പേട്ടൻ ഇന്നലെ SDPIയിലൂടെ സംജാതമാക്കിയിരിക്കുന്നത്. പത്മകുമാറിന്റെ മുഖത്തടിച്ച മറുപടിയിൽ നാണം കെടുക മാത്രമല്ല, BJPക്ക് സ്വന്തം അണികളുടെ മുന്നിൽ നിലപാടില്ലായ്മയുടെ പേരിൽ വിശ്വസ്തത കളഞ്ഞു കുളിക്കുന്ന സാഹചര്യവും വന്നു. ശബരിമല യുവതീ പ്രവേശനം, ചന്ദ്രൻ ഉണ്ണിത്താന്റെ മരണത്തിലേക്ക് നയിച്ച സംഘടിത ആസൂത്രിത ആക്രമണം, പ്രതികളെ ഒളിവിൽ പാർപ്പിച്ചത്, കുമ്മനത്തിനെതിരായ കേസിന്റെ നിർമ്മാണം തുടങ്ങി നിരവധി കാര്യങ്ങളിൽ ഓർമ്മ നഷ്ടപ്പെടാൻ പാടില്ലായിരുന്നു എന്നും അഭിപ്രായമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഇതിലേറ്റവും ഇദ്ദേഹം ഇതിലേക്ക് പിന്നെ BJPയിലേക്ക് ക്ഷണിച്ചവരെ ഇദ്ദേഹം പറയുന്നത്, BJPയിലേക്ക് ക്ഷണിച്ചവരെ പരിഹസിക്കുകയാണ് പത്മകുമാർ. അദ്ദേഹം പറയുന്നത്, ഇവർ ഇന്നലത്തെ മഴയിൽ മുളച്ചവർ, എന്നെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട, വിളക്ക് കണ്ടപ്പോൾ അത്താഴം കഴിക്കാൻ എന്ന് കരുതി കാണും, അങ്ങനെയാണ് വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നതെന്ന്. BJPയെ കൂടി നാണം കെടുത്താനായിട്ട് കുറെ എണ്ണ ഇറങ്ങി തിരിച്ചാൽ ഒന്നും പറയാൻ കഴിയില്ല. ഇത്രയ്ക്ക് ആളിന് ക്ഷാമോടെ നിനക്കൊക്കെ? അത് വളരെ വലിയ കാര്യമാണ്. BJP സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനത്തെ ആളുകൾക്ക് ഒന്ന് കയറി പോയി പിടിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് വലിയ പ്രശ്നത്തിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്നാണ്.